ഹലോ ഫ്രണ്ട്സ്, RJ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സേമിയ കൊണ്ടൊരു ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായ ചേരുവകൾ: 1 കപ്പ് 250 ml കപ്പ് സേമിയ, കുറച്ച് വേപ്പില, ഒരു പച്ചമുളക്, ഒരു ചെറിയ ഇടത്തരം സവാള, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കൈപ്പിടി ബീൻസ്, ഒരു കൈപ്പിടി ക്യാരറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യമേ തന്നെ സേമിയ ഒന്ന് വറുത്തെടുക്കണം. എൻ്റെ സേമിയ വറുത്തതാണ്, പക്ഷേ നമ്മൾ കുറച്ച് നെയ്യിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ ഈ സേമിയയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പഴയ ടേസ്റ്റ് പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓയിലല്ല നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ സേമിയയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് മാറ്റാം. ഇനി നമുക്കൊരു ചട്ടി വയ്ക്കാം അടുപ്പത്ത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി സേമിയ വറുത്തപ്പോൾ നെയ്യ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് നെയ്യ് ഇപ്പോൾ ചേർക്കുന്നത്. നമ്മുടെ എണ്ണയും നെയ്യൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 ഉലുവ ഇട്ട് കൊടുക്കാം. ഞാനെപ്പോഴും എല്ലാ ഉപ്പുമാവിലും ഞാൻ തയ്യാറാക്കുമ്പോൾ ഉലുവ ചേർക്കാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഉലുവ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഉലുവ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ കടുക് ചേർക്കാം. എൻ്റെ സ്പൂൺ ചെറുതാണ്, അതുകൊണ്ടാണ് ഞാൻ 3 ടീസ്പൂൺ ചേർത്തത്. അല്ലെങ്കിൽ നിങ്ങളുടെ വലിയ സ്പൂണാണെങ്കിൽ 1 ടീസ്പൂൺ മതി. കടുകൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ സമയം കശുവണ്ടി വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു 2 ടീസ്പൂൺ ഉഴുന്നാണ് ചേർക്കുന്നത്. ഉഴുന്ന് ഇങ്ങനെ നന്നായിട്ട് വെളിച്ചെണ്ണയിലും നെയ്യിലൊക്കെ ഇട്ട് വറുത്ത് വരുമ്പോൾ നമ്മുടെ ഉപ്പുമാവിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. ഉഴുന്നൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, വേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. സവാള ബ്രൗൺ നിറമാകുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നും വേണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നാലും മതി. ഇനി നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് സേമിയക്ക് 1.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നിങ്ങളെപ്പോഴും സേമിയ ഉപ്പുമാവ് തയ്യാറാക്കുമ്പോൾ വറുക്കാത്ത സേമിയയുടെ കയ്യിലുണ്ടെങ്കിൽ നെയ്യിലൊന്ന് വറുത്തതിന് ശേഷം ഉപ്പുമാവ് തയ്യാറാക്കണേ, അല്ലെങ്കിൽ സേമിയ കുഴഞ്ഞു പോകും. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ ഉപ്പുമാവ് ഓരോന്ന് ഒറ്റയായിട്ട് കിടക്കും. അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്.
ചെറുതായിട്ടൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ വശങ്ങളും ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. വെള്ളത്തിൻ്റെ കണക്ക് എപ്പോഴും കറക്റ്റായിരിക്കണേ, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. റാവ് ഉപ്പുമാവൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് 1 കപ്പ് വെള്ളം മതി. പെട്ടെന്ന് വേവ്, സേമിയക്ക് ഒരിത്തിരി വേവ് കൂടുതലാണ്, അതുകൊണ്ടാണ് 1.25 കപ്പ് വെള്ളം ഒഴിക്കുന്നത്. നമ്മുടെ സേമിയയൊക്കെ ഒറ്റയായിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. വെള്ളം വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതേപോലത്തെ ചെറിയ ചെറിയ റെസിപ്പിയുമായി എല്ലാ ദിവസവും ഞാൻ വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യണേ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു പിടി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും തേങ്ങ ചിരവിയത് ചേർത്താൽ. അങ്ങനെ നമ്മുടെ ഉപ്പുമാവിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ രുചികരമായ സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. താങ്ക് യു.